നമസ്കാരം. അതിര ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ LDFിൻ്റെ ഗവൺമെൻറ് നിശ്ചിതമായ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മന്ത്രിമാരൊന്നും തന്നെ ഒരു പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ പൊതുപരിപാടികൾക്ക് വേണ്ടി മന്ത്രിമാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തിരക്കാണ്, ലഭ്യമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരവരുടെ സ്വകാര്യ പരിപാടികൾക്കും വിദേശയാത്രകൾക്കൊക്കെ സുലഭമായി ഇവർ പോകുന്നുണ്ട്. ജനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധയില്ല എന്നുള്ള തരത്തിലാണ്. അതായത് ഭരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു, എന്തോ ഒരു സൂചന കിട്ടിയതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്, പരിപാടികളുണ്ട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടൊക്കെ വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംസാരിക്കുന്നത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. പിന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൂടെ ചേർന്നുകൊണ്ടാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ ഇപ്പോൾ ഒരു സമരം നടക്കുകയാണെങ്കിൽ, പണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണെങ്കിൽ ആ സമരത്തിന് അവരൊരു പരിഗണന കൊടുക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു നടപടി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സമരത്തിന് പോലും ഒരു പരിഗണനയില്ല. അവർ സമരം ചെയ്യുന്നു, പരാജയപ്പെടുന്നു, അവരവരുടെ വഴിക്ക് പോകുന്നു എന്നല്ലാതെ ഒന്നുമില്ല. ഇതൊരു ജനാധിപത്യത്തിൽ നല്ലതാണോ? ഇത് ജനാധിപത്യത്തിന് മാത്രമല്ല, ജനങ്ങളെ സേവിക്കാനാണല്ലോ ആത്യന്തികമായി നമ്മൾ ഈ സർക്കാരുകളൊക്കെ ഉണ്ടാവുന്നത്, മന്ത്രിമാർ പ്രത്യേകിച്ചും. അപ്പോൾ ജനപ്രതിനിധികൾ ആരാണെങ്കിലും ജനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സ്വഭാവത്തെ അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ് CPM നേതാക്കന്മാരിൽ പലർക്കും, യുവത്വത്തിനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നു. എന്നോ വളർന്നു വന്ന, അല്ലെങ്കിൽ ഈ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന കാലം മുതലേ അദ്ദേഹം ശീലിച്ചു പോകുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളെ അകറ്റി നിർത്തുക. അങ്ങനെയുള്ള ചിരിക്കാത്ത പിണറായി വിജയനെ ആയിരുന്നു അതിനു മുമ്പ് കണ്ടത്. ഇപ്പം അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരാളാണ്. ഇപ്പം മുൻകാലങ്ങളിൽ നമുക്ക് UDFന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഞാൻ ഒരിക്കൽ രാവിലെ 4 മണിക്ക് എന്നോട് പറഞ്ഞു, ഒരു മോർണിംഗ് ഒരു 4-5 മണിയാകുമ്പം വരൂ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു 4 മണി 5 മണി ആകുമ്പോഴത്തേക്ക് 4 മണിക്കൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് പുലർച്ചെയാന്ന് ഓർക്കണം. അപ്പോൾ ഒരു 5 മണിയായപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തി. അന്ന് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എല്ലാ സ്ഥാനമാനങ്ങളും പോയി. ആ സമയത്താണ്, അത് ഓർക്കണം, എല്ലാ അധികാരങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ എന്നോട് ആദ്യമേ പറഞ്ഞു, രാഷ്ട്രീയമല്ലാത്ത മറ്റ് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം, ഓക്കെ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീലിലാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഞാൻ കാണുന്നത്, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ നിറയെ ആൾക്കാരാണ്. ഓർക്കണം, 5 മണിയാണ്, വെളിച്ചം വീണിട്ടില്ല. ആ സമയത്ത് നിറയെ ആളുകൾ നിൽക്കുകയാണ്. അതായത് അവരൊക്കെ ഞാൻ ഇതെന്താ രാവിലെ തന്നെ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ച് ചോദിക്കുമ്പോൾ പറയുവാണ്, ഓരോരുത്തരും നിവേദനങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഓരോരുത്തർക്കും അദ്ദേഹത്തോട് പറയാനുള്ള പരാതികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിയാൽ അതിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയല്ല, സ്ഥാനങ്ങളില്ല, ഒന്നുമില്ലാത്തൊരു സാധാരണ മനുഷ്യനെ കാണാൻ വേണ്ടി എത്രയോ ദൂരെ നിന്ന ആളുകൾ ഇങ്ങനെ വരികയാണ്. അപ്പോഴും അദ്ദേഹത്തിനോടുള്ള ഒരു വിശ്വാസം അതെന്നെ അമ്പരപ്പിച്ചു, സത്യം പറയാലോ. കാരണം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെയോ ഒരു മന്ത്രിമാരുടെയോ വീടിൻ്റെ മുന്നിൽ, അത് ഞാൻ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും എല്ലാ കാലത്തും പറയുന്നതാണ്, ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 5 മണിക്ക് അല്ലെങ്കിൽ പുലർച്ചെ 5 മണി 4 മണി സമയം മുതൽ ആളുകൾ ക്യൂ നിന്നത് മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോഴുള്ള ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ, ആ നേതാവിൻ്റെ മുന്നിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അത് വേറൊരാൾക്കും കാണാൻ പറ്റില്ല. അത് കണ്ടപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെ എത്രത്തോളം ഇത്രയും കാലം ജനങ്ങൾക്കിടയിൽ, നമ്മളതിനു മുമ്പ് ജനസമ്പർക്ക പരിപാടികൾ കാണുന്നു, പല വേദികളിൽ അദ്ദേഹത്തെ കാണുന്നു, ആളുകൾ അദ്ദേഹത്തിനോട് അടുത്ത് ഇടപഴകുന്ന കാണുന്നു, എപ്പോഴും ഒരു കൂട്ടത്തിനൊപ്പമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ സോളാർ കേസിൻ്റെ ആളുകൾ ഒട്ടും അത് വിശ്വസിക്കാതിരുന്നത് പോലും, സരിതയുടെ ആരോപണങ്ങൾ വിശ്വസിക്കാതിരുന്നത് പോലും, എന്നും ഒരു കൂട്ടമായിട്ടായിരിക്കും അദ്ദേഹത്തിന് കൂടെ എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്കൊരിക്കലും കാണാൻ കഴിഞ്ഞിട്ടേയില്ല ഉമ്മൻചാണ്ടിയെ. അതുപോലെയാണ് സോളാർ കമ്മീഷനിലെ സിറ്റിങ്ങിൽ അദ്ദേഹം വന്ന സമയത്തും. സോളാർ കമ്മീഷനിലെ സിറ്റിങ്ങിൽ ജഡ്ജി പറയാണ്,
കമ്മീഷൻ പറയാണ് പിന്നെ CMA ഇനി നമുക്ക് ഒരു റെസ്റ്റ് എടുക്കാം. വേണ്ട, എനിക്ക് ഇന്നേ സമയമുള്ളൂ, ഇന്ന് എത്ര മണി വരെ വേണമെങ്കിലും, ഇന്ന് രാത്രി ആയാലും പാതിരാത്രി ആയാലും എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. നാളെ ഒരു ദിവസം കൂടി ഇരുന്നാൽ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും തെറ്റും. അപ്പോൾ ഇന്ന് തന്നെ നമുക്കിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ, കമ്മീഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവനും അതിനകത്ത് കളിയാക്കി ചോദിക്കുന്നതുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ആദ്യം മുതൽ അവസാനം കമ്മീഷൻ പറഞ്ഞെന്താ പറയുക, ഇങ്ങനെ മറുപടി പറഞ്ഞാൽ എന്താ, ആ പത്രക്കാർ അവിടെ ഇരുന്ന് ഉറങ്ങുക, എന്തെങ്കിലും ഒരു ഹെഡ്ലൈൻ അടിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് പറയൂ എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട്. അപ്പോൾ അന്നാണ് ഒരു നേതാവ് എന്താണ്, ഒരു അദ്ദേഹം ലോ കഴിഞ്ഞ ഒരാളാണ്, നിയമ വിദഗ്ധനാണ്. അപ്പം നിയമം പഠിച്ച ഒരാളെന്ന നിലയിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാവുന്ന അറിവുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ മടിയിലൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നും ഇല്ല എന്നുള്ള ഒരു ഭാവമായിരിക്കാം, അല്ലെങ്കിൽ ആ തോന്നലായിരിക്കാം അദ്ദേഹത്തെ. എനിക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, പത്രക്കാർക്കൊക്കെ അവിടെ ഇരിക്കേണ്ടി വന്നു. എത്ര മണിക്കൂറോളം അദ്ദേഹം അവിടെ ഇരുന്നു, മണിക്കൂറുകൾ നീണ്ടുപോയി വിസ്താരം. പക്ഷെ ആ സമയത്തും അദ്ദേഹം വളരെ കാമായിട്ട്, ഒരു സെൻറ്റൻസ് പോലും, ഒരു വാക്കിൻ്റെ പോലും അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചില്ല എന്നുള്ളതാണ് ഭയങ്കര അതിശയമായിരുന്നു കമ്മീഷനെ സംബന്ധിച്ച്. കമ്മീഷൻ വീണ്ടും ചോദിച്ചു, അങ്ങേക്ക് റെസ്റ്റ് എടുക്കേണ്ടതുണ്ടോ, നമുക്കൊരു ഗ്യാപ്പ് എടുത്താലോ, അല്ലെ രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അല്ലേ നമുക്ക് അടുത്ത ദിവസം വേറൊരു ദിവസം സൗകര്യമുള്ള ദിവസം വെക്കാം. വേണ്ട, ഇന്ന് തന്നെ ഇത് എനിക്കിത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പരിപാടിയുള്ളതാണ്, ഇതെനിക്ക് തീർത്തിട്ട് പോകണം. അവിടെയാണ് ഒരു നേതാവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എത്തേണ്ടടുത്തെല്ലാം അദ്ദേഹം എത്തിയിട്ടുണ്ട്, ആളുകളെ കേട്ടിട്ടുണ്ട്, ആളുകളുടെ കണ്ണീര് കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഒരു ജനപ്രവാഹമാണ് നമ്മൾ കണ്ടത്. അത്ഭുതപ്പെട്ടു. കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റ് നേതാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ നമുക്കറിയാം, എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്ക് എത്ര പാർട്ടി പ്രവർത്തകർ വരും, അല്ലെങ്കിൽ എത്ര മനുഷ്യർ വരും എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കോൺഗ്രസ് പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പ്രവർത്തകർക്കൊക്കെ ആവേശം പകർന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ കോൺഗ്രസിനൊരു വല്ലാത്ത ഊർജം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ അവർക്ക് ഉയർത്തിക്കാട്ടാൻ വളരെ അഭിമാനത്തോടെ പറയാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ എന്ന് നമ്മൾ, അവിടെയാണ് നമ്മൾ ഈ പറയുന്ന CPM-ന്റെ ഒരു മുഖത്തെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അല്ല, ഞാൻ അവിടെ ഒരു ചെറിയ കാര്യം കൂടെ, അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ സോളാർ കമ്മീഷന്റെ മുമ്പ് പോയിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പോയിരിക്കുന്നത്. സ്വന്തം സർക്കാരിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ തനിക്കെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ട് അതിന് മുമ്പിൽ പോയിരിക്കുന്നു, തൻ്റെ കീഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് തൻ്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നടക്കൂ, വേറെ ഏതെങ്കിലും ഒരു സർക്കാർ നടക്കുമെന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ക്ഷമയാണ് നമ്മൾ കണ്ടുപഠിക്കുന്നത്. എല്ലാ നേതാക്കന്മാർക്കും ക്ഷമയുണ്ടാവും, പക്ഷേ ഇത്രമാത്രം ക്ഷമ ഒരാൾക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതിൽ കണ്ടുപഠിക്കണം. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഒരു DYSP പങ്കുവച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കാറ് നോ പാർക്കിങ്ങിൽ പോയി പെട്ടു. ആ സമയത്ത് ട്രാഫിക് ഉദ്യോഗസ്ഥനും പോയിട്ട് ഫൈൻ ഇട്ടു. പിന്നീട് ഇത് നോക്കുന്ന സമയത്താണ് ഇത് മുഖ്യമന്ത്രിയുടെ വൈഫിൻ്റെ കാറാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇയാൾക്ക് വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, DYSP വിളിച്ച് കാര്യം പറഞ്ഞു. അയാൾ അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. അപ്പം നേരെ ക്ലിഫ് ഹൗസിലേക്ക് ചെന്നു, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഫൈൻ ഇട്ടത് എന്ന് ചോദിച്ചു. ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി ചോദിക്കുന്നത് വെച്ചാൽ എത്രയാണോ പൈസ അത് ഒട്ടനെ തന്നെ ഫൈൻ അടയ്ക്കാനാണ് പറയുന്നത്. ഒരു പ്രശ്നവുമില്ല, ഫൈൻ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാളെ തട്ടി പറഞ്ഞേക്കുകയാണ്. അപ്പം വേറെ ഏതെങ്കിലും ഒരു മന്ത്രിയാണെങ്കിൽ ആലോചിക്കണം, ആ പോലീസുകാരെ തൊപ്പി തീർക്കേണ്ട, അങ്ങനെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം അതും ഇപ്പോഴത്തെ ഒരു ഭരണവും, ഇപ്പോഴത്തെ ഭരണം എന്ന് ഞാൻ പറയുന്നത് CPM എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയിലൂടെ ഉയർന്നു വന്ന നേതാക്കളുള്ള ഒരു പാർട്ടി ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എന്തുമാത്രം എത്തി എന്നുള്ളതും കൂടി ആണ് ഞാൻ സൂചിപ്പിച്ചത്. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ നമ്മളിങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളാവണം നേതാവ് എന്നുള്ളത്. ഏറ്റവും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾക്ക് അടുത്ത് നിൽക്കുന്നവനാണ് നേതാവ്. അല്ലാതെ ദൂരെ എവിടെയോ പോയി ഇരുന്നിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ആളല്ല നേതാവ്. ഇത് ജനങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ അവരുടെ വികാര വിക്ഷോഭങ്ങളായിരിക്കാം. വിഴിഞ്ഞത്ത് അല്ല, നമ്മുടെ ഓഖി അല്ലല്ലോ, ഓഖി വന്ന സമയത്ത് ആളുകൾ വളരെ എന്താ പറയുക, അവരുടെ പ്രിയപ്പെട്ട ആളുകളെയാണ് നഷ്ടപ്പെട്ടത്.
ഒരു മിനിസ്റ്റർമാരും അവിടേക്ക് എത്തുന്നില്ല. അവസാനം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കും, പിണറായി വിജയൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ആളുകൾ അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ടാക്കി. എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരായ ആളുകൾ അത്രയും വൈകാരികമായി പ്രതികരിച്ചത്? അവരെ എപ്പോഴും പ്രതീക്ഷയാണ്. നേതാവെന്ന് പറയുന്നത് അവരെ തങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരാളായിട്ടാണ്, ഒരു വ്യക്തി എന്നല്ല, ഒരു വലിയ ഒരു സർക്കാരിനെ വലിയൊരു ആശ്വാസത്തോടെയാണ് അവർ കാണുന്നത്. അവരുടെ കണ്ണീരൊപ്പാനുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അവിടെ പോലും ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ് എല്ലാ കാലത്തും. അത് എല്ലാ കാലത്തും ഓർമ്മിക്കുക. എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ തൊട്ടടുത്തുകൂടെ പോയെന്ന് പറഞ്ഞ് ഞാൻ ആ സംഭവം മുഴുവൻ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും അവർ വളരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ, അത് അവരുടെ കുറ്റമല്ല, അവരുടെ അവരുടെ പ്രിയപ്പെട്ടവരാണ് പോയത്. നാളെ ഈ കുടുംബത്തിന് ഒരു അത്താണിയായിരിക്കുന്ന പുരുഷന്മാരാണ് പോയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പിന്നൊരു ജീവിതം പല കുടുംബങ്ങളിലും നടന്ന പല സ്ഥലങ്ങളിലും പല ഏരിയകളിലും ഞാൻ പോയിട്ടുണ്ട്. ഓരോ വീടും കയറി ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ വീടിനുള്ളിലെ സാഹചര്യം നമുക്ക് മനസ്സിലാവും. മത്സ്യത്തൊഴിലാളികളുടെ ഒരു അവസ്ഥ, അവരുടെ വികാരം, അവരുടെ പല എന്താ പറയുക, മക്കള് അനാഥരായവർ, ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ മാത്രമായി പോയവർ, അങ്ങനെ അമ്മയ്ക്കും അച്ഛനും ഒരു മോനുള്ളത് അവർ പോയത്, അങ്ങനെ പലരും കണക്ക് പോലും ഇല്ല. തിരിച്ചു വരാത്തത് കൊണ്ട് മരിച്ചതായിട്ട് ബോഡി കിട്ടാതെ നമുക്ക് മരിച്ചതായി കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും കൃത്യമായിട്ട് ഒരു ഇടപെടൽ, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക, അത് വലിയ ഇമ്പോർട്ടൻ്റാണ്. അത് എല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കണ്ണീരൊപ്പാൻ അദ്ദേഹം വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഇപ്പോഴത്തെ നേതാക്കന്മാരും മന്ത്രിമാരും ഭരണസമിതിയും ഭരണകൂടവും ഒക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ.